ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ജീവിതത്തിൻ്റെ മാറാകൾ എന്നതിനെ പറ്റിയാണ്. ഇസ്രായേൽ ജനം വലിയ ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. അവരുടെ മുൻപിൽ ചെങ്കടൽ രണ്ടായിട്ട് പിളർക്കപ്പെടുന്നു. അവർ ആർത്ത് ഉല്ലസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നാൽ അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ചെങ്കടൽ പിളർന്ന് അവർ മുന്നോട്ട് പോയി. ഏതാണ്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്നു അവർക്ക് കുടിക്കുവാനായിട്ട് വെള്ളം കിട്ടുന്നില്ല. 2-3 ദിവസം വെള്ളം കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് വെള്ളം കിട്ടുമ്പോഴാകട്ടെ ആ വെള്ളത്തിന് കുടിക്കാൻ പറ്റാത്ത വണ്ണമുള്ള കയ്പാണ്. ഈ മാറായുടെ അനുഭവം ദൈവം അവർക്ക് പകർന്നു കൊടുത്തത് ഒരുപാട് ആത്മീയ സത്യങ്ങൾ അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് തീയിൽ കൊണ്ട് കൈ വയ്ക്കരുത്, കൈ പൊള്ളുമെന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാകത്തില്ല. എന്നാൽ ഒരു ദിവസം അറിയാതെ ചൂട് നിറച്ചു വച്ചിരിക്കുന്ന ഒരു സ്റ്റീൽ പാത്രത്തിൽ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കൈ ഒന്ന് തൊട്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ചൂട് എന്ന് പറയുന്നത് എന്താണ്. അതോടുകൂടി ചൂട് സാധനങ്ങളിൽ കൈവയ്ക്കാൻ അവർ അല്പം മുൻകരുതലെടുക്കുന്നു, അഥവാ ശ്രദ്ധിക്കുന്നു. അതായത് 1000 തവണ ഉപദേശിച്ചിട്ടും അവർക്ക് മനസ്സിലാകാതിരുന്ന ഒരു കാര്യം ഒരൊറ്റ അനുഭവത്തിലൂടെ കുഞ്ഞുങ്ങളുടെ തലയിൽ കയറിപ്പറ്റുന്നു. ഇതുപോലെ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടും ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടും ഒരുപാട് നേരം പ്രാർത്ഥിച്ചിട്ടും നമുക്ക് പിടികിട്ടാത്ത ആത്മീയ സത്യങ്ങൾ ചില അനുഭവങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന് വളരെ നിസ്സാരമായിട്ട് നമ്മളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. ഇവിടെ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ ഈ മാറായുടെ അനുഭവത്തിലൂടെ ഇസ്രായേൽ ജനം പോകുമ്പോൾ അവർ കുറേ പാഠങ്ങൾ പഠിക്കുന്നു. ഒന്ന്, അവർ അവരെക്കുറിച്ച് കുറച്ച് പാഠങ്ങൾ പഠിച്ചു. 2, അവർ ദൈവത്തെക്കുറിച്ച് ചില പാഠങ്ങൾ പഠിച്ചു. 3, അവർ ജീവിതത്തെക്കുറിച്ച് കുറച്ച് പാഠങ്ങൾ പഠിച്ചു. നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അവർ ജീവിതത്തെക്കുറിച്ച് പഠിച്ച പാഠമാണ്. ഒന്നാമത്തെ പാഠമെന്ന് പറയുന്നത് ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ചെങ്കടൽ രണ്ടായി പിളർന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും തന്നെ വിചാരിച്ചതാണ്, ഇനി ഒരിക്കലും ഞങ്ങൾക്കൊരു ദുഃഖം ഉണ്ടാകത്തില്ല, ഇനി ഒരിക്കലും ഞങ്ങൾക്കൊരു സഹനമില്ല. കാരണം കടലിനെ പിളർക്കുന്നൊരു ദൈവമാണ് കൂടെ ഉള്ളതെങ്കിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ഇനി ഒരിക്കലും ഞങ്ങൾക്ക് വിഷമമെന്ന് പറയുന്നൊരു സാധനമില്ല. റോസാപ്പൂവിൻ്റെ മോളിൽ കൂടെ നടന്നു പോകുന്നത് പോലെ ആയിരിക്കും ഞങ്ങളുടെ ജീവിതം. ദൈവം എത്ര പറഞ്ഞിട്ടും അവർക്ക് കാര്യം മനസ്സിലാകുന്നില്ല. എന്നാൽ ഈ മാറായുടെ അനുഭവത്തിലൂടെ അവർ പോയപ്പോൾ അവർക്ക് മനസ്സിലായി ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. ബൈബിളിലെ ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന മനുഷ്യൻ അല്പായുസാണ്, അവൻ്റെ ദിവസങ്ങൾ ദുരിതം നിറഞ്ഞതുമാണ്. സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന മനുഷ്യന് അല്പായുസേ ഉള്ളൂ, അവൻ്റെ ദിനങ്ങൾ ദുരിതം നിറഞ്ഞതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ സത്യമാണ്. ഞാൻ ഈ അടുത്ത നാളിൽ ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ സ്കൂളിൻ്റെ മുമ്പിലൂടെ, ഒരു ഗ്രാമത്തിലെ സ്കൂളിൻ്റെ മുമ്പിൽ കൂടി പോയിട്ട് ഞാൻ കുറച്ച് നേരം എൻ്റെ വണ്ടി അവിടെ നിർത്തി. ഞാൻ 1-ാം ക്ലാസ്സിൽ ഇരുന്ന ആ ബെഞ്ചും ആ ക്ലാസ്സും ഒക്കെ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. ഞാനന്നേരം ഓർത്ത്, ദൈവമേ, എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ കടന്നുപോയത്, എത്ര പെട്ടെന്നാണ് ഞാനൊരു കുട്ടിയുടെ അപ്പനായി തീർന്നിരിക്കുന്നത്, എത്ര പെട്ടെന്നാണ് കാലങ്ങൾ വേഗത്തിൽ പോയിരിക്കുന്നു. കാണുക, പെട്ടെന്നാണ് സമയം പോകുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യന് കുറച്ച് ആയുസ് മാത്രമേ ഉള്ളൂ, അവൻ്റെ ദിനങ്ങളാണെങ്കിൽ ദുരിതം നിറഞ്ഞതുമാണെന്ന് പരിശുദ്ധാത്മാവ് ഇതാ ജോബിൻ്റെ പുസ്തകത്തിലൂടെ നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. വീണ്ടും ഈശോ തന്നെ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇതാണ് ശരിക്കും നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ധ്യാനം കൂടി അവിടുത്തെ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും അഥവാ കൗൺസിലിങ്ങിൽ ആരെങ്കിലും 2 സന്ദേശമൊക്കെ പറഞ്ഞ് ധ്യാനം വലിയൊരു അഭിഷേകമാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇനി ഓരോ നിമിഷവും അത്ഭുതം മാത്രമേ ഉള്ളൂ, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു സഹനവും വരാൻ പോകുന്നില്ല എന്ന് നമ്മിൽ പലരും വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശരിക്കും നമ്മൾ ജനത്തെ പഠിപ്പിച്ചു കൊടുക്കണം ധ്യാനഗുരുക്കന്മാർ. കാരണം ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. ഇത് മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടിരിക്കും. അതാണ് ദൈവത്തിൻ്റെ ഒരു ടെക്നിക്ക്. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് സുഖം മാത്രമേ ഉള്ളെങ്കിൽ
നമുക്കൊരിക്കലും സ്വർഗത്ത് പോകാനേ തോന്നത്തില്ല. നമ്മൾ ദൈവത്തോട് പറയും, ദൈവമേ നമുക്ക് സ്വർഗം വേണ്ടായേ, നമുക്ക് ഭൂമി തന്നെ മതി, ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. നമ്മൾ ഒരിക്കലും നിത്യതയെപ്പറ്റി ചിന്തിക്കുന്നവരാകത്തില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചില സഹനങ്ങൾ തന്നുകൊണ്ട് മുകളിലേക്ക് നോക്കാൻ ദൈവം നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ ബൈബിളിലെ നിയമാവർത്തന പുസ്തകം അതിൻ്റെ 11-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ദേശം ധാരാളം മഴ കിട്ടുന്ന പ്രദേശമാണ്. അത് കുന്നുകളും താഴ്വരകളും നിറഞ്ഞ പ്രദേശമാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പരിപാലന എപ്പോഴും ഉള്ള പ്രദേശവുമാണ് അത്. ഇതാ കർത്താവ് വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്, ധാരാളം മഴ കിട്ടുന്ന പ്രദേശമാണ്, ദൈവം പരിപാലിക്കുന്ന പ്രദേശമാണ്, ദൈവത്തിൻ്റെ കൃപാ കടാക്ഷമുള്ള പ്രദേശമാണ്. എങ്കിലും അത് കുന്നുകളും താഴ്വരകളും നിറഞ്ഞ പ്രദേശമാണ്. എന്താണ് ഈ കുന്നുകളും താഴ്വരകളും? സന്തോഷത്തിൻ്റെ അനുഭവം, പൊട്ടിച്ചിരിയുടെ അനുഭവം, അത്ഭുതങ്ങൾ നടക്കുന്ന അനുഭവം, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്ന അനുഭവം, കുഞ്ഞുങ്ങൾക്ക് നല്ല വിജയം കിട്ടുന്ന അനുഭവം, ഒരു രോഗശാന്തി കിട്ടുന്ന അനുഭവം, ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ ഭർത്താവിന് പെട്ടെന്ന് ജോലി കിട്ടുന്ന അനുഭവം, ഇങ്ങനെ ഒരുപാട് കുന്നുകളുടെ അനുഭവം ഉണ്ടാകുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അത് കുന്നുകൾ മാത്രമല്ല, അത് താഴ്വരകളുമുള്ള സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും അനുഭവം. എങ്കിലും ദൈവത്തിൻ്റെ വചനം നിയമാവർത്തനം 11:11 പറയുന്നു, ഇത് ധാരാളം മഴ കിട്ടുന്ന പ്രദേശമാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ദൈവം നമുക്ക് എപ്പോഴും തരുന്നു. സന്തോഷത്തിൽ കൂടെ പോകുമ്പോഴും സങ്കടത്തിൽ കൂടെ പോകുമ്പോഴും മാറ്റമില്ലാത്ത ഒന്നാണ് മഴ. എപ്പോഴും മഴ കിട്ടുന്ന പ്രദേശമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് നമ്മൾ പക്വതയിലേക്ക് വരാനായിട്ട് നമ്മൾ പഠിക്കേണ്ട പാഠം. പലരെയും ഞാൻ ധ്യാനാവസരത്തിൽ കണ്ടിട്ടുണ്ട്, ഒരു തലവേദന പോലും സഹിക്കാൻ പറ്റാത്തവർ. ഞാനൊരിക്കൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരുപാട് വിഷമമുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ കഴുത്തിന് ഉളുക്ക് പിടിച്ച ഒരു ചേച്ചിയെ കണ്ടു. ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ പ്രശ്നം? ഡോക്ടറെ, കഴുത്തിനൊരു ചെറിയ ഉളുക്ക്, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ പുറത്തിറങ്ങി അവിടെ നിന്ന് ഒരു ചെറിയ ഓയിൻമെൻറ്റ് കുറിച്ച് തരാം. ചേച്ചി അതങ്ങോട്ട് കഴുത്തിലിട്ട 2 മിനിറ്റിനകം ആ വേദന തീരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറിയ ഉളുക്ക് പോലും നമ്മളെ കൊണ്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ ധ്യാനം എന്ന് പറയുന്നത് പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ഉളുക്ക് പോലും സഹിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാട്ടോ. ഒരു കാര്യം ഞാൻ പറയാം, ഈശോ നമുക്ക് രോഗശാന്തി ഒക്കെ തരും, ഞാനതിൽ വിശ്വസിക്കുന്നു, എനിക്കതിൽ സന്തോഷമാണ്. പക്ഷേ ഈ നിയമത്തിന് മാറ്റമില്ല. അത് മാർപ്പാപ്പയ്ക്കായാലും കരയാനൊരു സമയം, ചിരിക്കാനൊരു സമയം, ബിഷപ്പിനായാലും രാജാവിനായാലും കളക്ടർക്കായാലും ഡോക്ടർക്കായാലും സാധാരണപ്പെട്ട ജോലി ചെയ്യുന്ന മനുഷ്യർക്കായാലും കുന്നുകളുടെയും താഴ്വരകളുടെയും അനുഭവം ഉണ്ടാകുമെന്ന് ദൈവമാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ അത് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇത് നമ്മൾ പഠിച്ചിരുന്നാൽ നമ്മൾ കുലുങ്ങിപ്പോകത്തില്ല. കാരണം ഈ താഴ്വര കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടാകുന്നത് കുന്നാണ്. താഴ്വര നീണ്ടു നിൽക്കത്തില്ല. താഴ്വര കഴിയുമ്പോൾ വീണ്ടും കുന്നു വരികയാണ്. ഇതാണ് ഒരു രഹസ്യം. വീണ്ടും ഒരു സന്തോഷം വരികയാണ്, വീണ്ടും ഒരു ചെറിയ ദുഃഖം വരികയാണ്, വീണ്ടും സന്തോഷം വരികയാണ്. ഇങ്ങനെ നമ്മൾ മരിക്കുന്നത് വരെ ദൈവം നമ്മളെ കൈകളിലെടുത്ത് പരിപാലിച്ചു കൊണ്ട് പോകുന്ന ഒരു അനുഭവമുണ്ട്. ഈ സമയത്ത് നമ്മളിത് മനസ്സിലാക്കിയിരുന്നാൽ നമ്മൾ തകർന്നു പോകത്തില്ല. നമ്മൾ പാട്ടും പാടി ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. അപ്പോൾ ഇസ്രായേൽ അന്നൊരു പാഠം പഠിച്ചു, ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. രണ്ടാമത് അവർ പഠിച്ച പാഠം, ജീവിതത്തിന് ഒരു യജമാനനുണ്ട്. അവർ വിചാരിച്ചിരുന്നത് ജീവിതം അവരുടെ കൈകളിലാണെന്നാണ് അവർ വിചാരിച്ചത്. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു, ഞങ്ങൾ മുന്നോട്ട് പോകുന്നു, ഞങ്ങൾ പദ്ധതിയിടുന്നു, അതുപോലെ കാര്യങ്ങൾ നടക്കുന്നു. എന്നാൽ അവർക്ക് അന്നൊരു കാര്യം മനസ്സിലായി, അവരുടെ ജീവിതത്തിൻ്റെ യജമാനൻ അവരല്ല, ദൈവമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ്. നമ്മളൊക്കെ ഒരുപാട് പ്ലാനും പദ്ധതികളൊക്കെ ഇടുന്നുണ്ടെങ്കിലും പലതും നടക്കാറില്ല. ഇതിൻ്റെ കാരണം അന്തിമ തീരുമാനം, ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ദൈവമാണ്. കാരണം ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. നല്ലൊരു പദ്ധതിയോടെയാണ് ദൈവം നമ്മളെ വിട്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, സന്തോഷത്തിൻ്റെ സമയത്തിലായാലും സങ്കടത്തിൻ്റെ സമയത്തായാലും ദൈവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനൻ. അപ്പം വർദ്ധിപ്പിച്ച സമയത്ത് ശിഷ്യന്മാരെല്ലാം തുള്ളിച്ചാടി. എന്നാൽ അപ്പം വർദ്ധിപ്പിച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ കടലിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊടുങ്കാറ്റടിച്ചു. അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ തുള്ളിച്ചാടിയ മുഴുവൻ ശിഷ്യന്മാരും കൊടുങ്കാറ്റടിച്ച സമയത്ത് കൈയും കാലുവിട്ട് അടിച്ച് നിലവിളിക്കുകയാണ്. അവർ ഒരു കാര്യം മറന്നുപോയി, മലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നല്ല നാഥൻ അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ മാത്രമല്ല
കൊടുങ്കാറ്റിലൂടെ കടന്നു പോകുമ്പോഴും അവരുടെ യജമാനനാണ് എന്നുള്ള കാര്യം അവർ മറന്നുപോയി. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനം പറയുന്നു, ഐ ആം ദ ഗോഡ് ഹു നെവർ ചേഞ്ചസ്. ദൈവമായ എനിക്ക് മാറ്റമില്ല. ഇംഗ്ലീഷ് ബൈബിൾ മനോഹരമാണ്. ഞാൻ ദൈവമാണ്, എനിക്ക് മാറ്റമേയില്ല. മാറ്റത്തിന് വിധേയനാകാത്ത ദൈവമാണ് ഞാൻ. ദൈവമായ ഞാൻ മാറ്റമില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ സുഖത്തിലായാലും ദുഃഖത്തിലായാലും സന്തോഷത്തിലായാലും കണ്ണുനീരിലായാലും തുള്ളിച്ചാട്ടത്തിലായാലും ദൈവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനൻ എന്നുള്ള സത്യം നമ്മൾ പഠിക്കണമെന്നുള്ള കാര്യം ദൈവം ആഗ്രഹിക്കും. നമ്മൾ ഈ കുഞ്ഞുനാളിൽ പട്ടം പറപ്പിക്കാറില്ലേ പ്രിയപ്പെട്ടവരെ? പട്ടം നമ്മൾ കുറേ ദൂരം നൂലയച്ച് വിട്ട് കഴിയുമ്പോൾ പിന്നീട് കുറേ കഴിയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പട്ടം കാണാറ് പോലുമില്ല. പട്ടത്തെ കാണാൻ പോലും പറ്റാത്ത വിധത്തിൽ നമുക്ക് നൂലഴിച്ചു വിടാൻ സാധിക്കും. അതായത് കിലോമീറ്ററുകളോളം ദൂരം ആകാശത്ത് പട്ടം പോയി ചിലപ്പോൾ അങ്ങ് മേഘത്തിൻ്റെ ഇടയ്ക്കാകുന്നത് പോലെ നമുക്കൊന്നും കാണത്തില്ല. നമുക്ക് ആകെ അനുഭവിക്കാൻ പറ്റുന്നത് ആ നൂലിലുള്ള ഒരു വലിയാണ്. അപ്പോൾ ഈ പട്ടം കാണാതെ പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളോട് ആരെങ്കിലും വന്നിട്ട് പറയാണ് പട്ടം കാണുന്നില്ലല്ലോ, പട്ടം പൊട്ടിപ്പോയോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? അപ്പോൾ നമ്മൾ പറയും, ചേട്ടാ ഈ നൂലയിലൊന്ന് പിടിച്ച് വലിച്ചു നോക്കിയേ, പട്ടം ഉണ്ടെന്ന് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എങ്കിലും പരിശുദ്ധാത്മാവെന്ന് പറയുന്ന നൂലിൻ്റെ വലിവ് ഒരു അഭിഷേകമായി കണ്ണുനീരിൻ്റെ സമയത്തും വേദനയുടെ സമയത്തും നമുക്ക് അനുഭവിക്കാൻ പറ്റണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മൂന്നാമതായി അവർ ജീവിതത്തെക്കുറിച്ച് പഠിച്ച പാഠം ഇതാണ്: ജീവിതത്തിന് ഒരു ശുശ്രൂഷയുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, 10,000 പ്രസംഗം കേട്ടാലും പഠിക്കാത്ത ചില പാഠങ്ങൾ ജീവിത അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ ഒരു അനുഭവം മാത്രം പറയാം. ഒരിക്കലൊരു മനുഷ്യൻ കാർ ഓടിച്ച് പോവുകയാണ്. കാർ ഓടിച്ച് പോകുന്ന സമയത്ത് എറണാകുളത്തിൻ്റെ അടുത്ത് വെച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നത് കണ്ടപ്പം ഇയാൾ പതുക്കെ കാറ് നിർത്തിയിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം? ഒരു സൈക്കിളിൽ പോയ ഒരു 10ാം ക്ലാസ്സുകാരനെ ഒരു കാറുകാരൻ ഇടിച്ചിട്ടിരിക്കുകയാണ്, അവനെ എല്ലാവരും കൂടെ ആശുപത്രി കൊണ്ടുപോകാൻ പോവുകയാണ്. ഇയാൾ ഉടനെ കാറ് പെട്ടെന്ന് വിട്ടിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല. അയാൾ കാറും എടുത്ത് അയാളുടെ ഓഫീസിലേക്ക് ഒറ്റ പോക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ഓഫീസിൽ കുറേ നേരം അയാൾ ജോലി കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ്. മകനെ കാറിടിച്ച് ആശുപത്രിയിലാക്കി, ഇന്ന ആശുപത്രിയിൽ ICUവിൻ്റെ അകത്ത് കിടക്കുകയാണ്. അയാൾ പെട്ടെന്ന് ജോലിയും എല്ലാം ഇട്ടിട്ട് ലീവ് എടുത്ത് അയാൾ ആശുപത്രിയിൽ ചെന്ന് വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, താൻ വഴിക്ക് കാർ നിർത്തി അന്വേഷിച്ചപ്പോൾ നല്ലവരായ നാട്ടുകാർ കൂടി നിന്നത് തൻ്റെ സൈക്കിളിൽ പോയ മകനെ കാറിടിച്ചിട്ട് അവനെ നാട്ടുകാരാണ് ആശുപത്രിയിലാക്കിയത്. ആ നാട്ടുകാർ അവനെ ആശുപത്രിയിലാക്കിയില്ലായിരുന്നെങ്കിൽ തൻ്റെ മകൻ മരിച്ചു പോകുമായിരുന്നു എന്ന് ഈ മനുഷ്യൻ മനസ്സിലാക്കിയാണ്. ഇയാൾ ഒരുപാട് കൊന്ത ചൊല്ലുന്ന മനുഷ്യനാണ്. ഇയാൾ മുട്ടുമേ കൈവിരിച്ച് പിടിക്കുന്നവനാണ്. ഇയാൾ കേരളത്തിലെ എല്ലാ ധ്യാന കേന്ദ്രത്തിലും ധ്യാനത്തിന് പോകുന്നവനാണ്. ഉച്ചത്തിൽ ഹല്ലേലൂയ പറയുന്നവനാണ്. എന്നും പള്ളിയിൽ പോകുന്നവനാണ്. എങ്കിലും മനുഷ്യ സ്നേഹം എന്താണെന്ന് ഇയാൾക്ക് അറിയത്തില്ലായിരുന്നു. ഇയാൾ ദൈവത്തെ ആരാധിച്ചൊരു വ്യർത്ഥമായ ഭക്തിയിൽ ജീവിക്കുന്ന മനുഷ്യനായിരുന്നു. എന്നാൽ അന്നത്തെ അനുഭവം 10,000 പ്രസംഗങ്ങളെക്കാൾ അദ്ദേഹത്തെ പിടിച്ചു കുലുക്കി. അദ്ദേഹം അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ആ പുറത്തെ ബെഞ്ചിലിരുന്ന് അദ്ദേഹം കരഞ്ഞു, ദൈവമേ, അവിടെ അന്ന് കൂടി നിന്നവരിൽ മദ്യപാനികൾ ഉണ്ടായിരുന്നു കാണും, ഞാൻ പുച്ഛിച്ചു തള്ളുന്ന സമൂഹത്തിലെ മനുഷ്യരുണ്ട്, എന്നാൽ അവരെല്ലാം കൂടെയാണല്ലോ എൻ്റെ മകനെ പൊക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഭക്തനെന്ന് പറഞ്ഞ് നടക്കുന്ന ഞാൻ തിരിഞ്ഞു നോക്കാതെ കാർ ഓടിച്ചു പോയപ്പോൾ പാപികളെന്ന് ഞാൻ കരുതുന്ന മനുഷ്യർക്ക് എന്നേക്കാൾ കൂടുതൽ മനുഷ്യത്വമുണ്ടായിരുന്നല്ലോ. ഇത് ഈ മനുഷ്യനെ പശ്ചാത്താപത്തിലേക്കും വലിയ ഒരു ഹൃദയ തകർച്ചയിലേക്ക് നയിക്കാൻ, പിന്നീട് അദ്ദേഹം മനുഷ്യരെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയായി തീർന്നു. മനുഷ്യൻ്റെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു മനുഷ്യനായി തീർന്നു. അതാണ് നമ്മുടെ ജീവിതത്തിന് ഒരു ശുശ്രൂഷയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് ധ്യാനം കൂടിയിട്ടും വളരാത്തതിൻ്റെ ഒരു കാരണം ചെറിയ ഒരു സഹനം വരുമ്പോൾ നമ്മൾ കിടന്ന് വിറയ്ക്കുകയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആട്ടുകയാണ്. എവിടെ ചെന്നാൽ രക്ഷപ്പെടും? വെയിറ്റ് ചെയ്യാൻ പഠിക്കണം. ദൈവം പ്രവർത്തിക്കുന്നത് വരെ കാത്തിരിക്കാനായിട്ട് അല്പം ഒന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞ് ആകുലപ്പെടാതെ വെപ്രാളം പിടിക്കാതിരുന്നാൽ ദൈവം പ്രവർത്തിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനത്തിൽ പറയുന്നു, വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിപൂർണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പക്വതയുടെ അളവനുസരിച്ച് ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് എല്ലാവരും പക്വതയാർന്ന മനുഷ്യരാകുകയും ചെയ്യുന്നത് വരെ.
ഇത് തുടരേണ്ടിയിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. എന്ത്? ശുശ്രൂഷ. അപ്പോൾ പ്രസംഗം മാത്രമല്ല ശുശ്രൂഷ, പാട്ട് മാത്രമല്ല ശുശ്രൂഷ, ധ്യാനകേന്ദ്രത്തിലെ ഹല്ലേലൂയ വിളി മാത്രമല്ല ശുശ്രൂഷ, 5 ദിവസം താമസിച്ചുള്ള ധ്യാനം മാത്രമല്ല ശുശ്രൂഷ. ജീവിതം തന്നെ നമുക്കൊരു ധ്യാനമാണ്. ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ നമ്മൾ പഠിക്കുവാനായിട്ട് നമ്മളൊന്ന് ചെവി തുറന്ന് പിടിച്ചാൽ വളരെ പെട്ടെന്ന് ആത്മീയമായിട്ട് നമുക്ക് വളരുവാനായിട്ട് സാധിക്കും. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രായേൽ ജനം പഠിച്ചത്, അവരെക്കുറിച്ചൊരു പാഠം പഠിച്ചു. അവരെക്കുറിച്ച് അവർ പഠിച്ച ഒന്നാമത്തെ കാര്യം, അവർ ഇന്ന് വരെ ജീവിച്ചിരുന്നത് അവർക്ക് വേണ്ടി മാത്രമായിരുന്നതാണ്. ഈ ചെങ്കടൽ പിളർന്ന സമയത്തുണ്ടല്ലോ, ഇവർ തപ്പെടുക്കുന്നു, നൃത്തം ചെയ്യുന്നു, ബാൻഡ് അടിക്കുന്നു, ചെണ്ട അടിക്കുന്നു, മദ്ദളമടിക്കുന്നു, കിന്നരം വായിക്കുന്നു, പൈപ്പ് ഊതുന്നു, ചെയ്യാവുന്നതെല്ലാം ചെയ്ത് ഇവർ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ദൈവം വലിയവനാണ്, ഞങ്ങളുടെ ദൈവം ശക്തനാണ്, ഞങ്ങളിനി ദൈവത്തിന് വേണ്ടി ജീവിക്കും, ഞങ്ങൾക്ക് ദൈവമാണെല്ലാം എന്നൊക്കെ പറഞ്ഞ് ഇവർ പാട്ട് പാടുന്നു ഉണ്ട്. നമ്മൾ ശരിയാ. പക്ഷേ ഒരു സങ്കടം വന്ന സമയത്ത് ഈ സ്തോത്രവും പോയി, ഹല്ലേലൂയായും പോയി, പ്രൈസലോടും പോയി, എല്ലാം പോയിട്ട് അവർ പിറുപിറുക്കുന്നവരായി തീർന്നു. ദൈവം അവരെ കാണിച്ചു കൊടുത്തതാണ്, നിങ്ങൾക്ക് സ്തോത്രവും ഹല്ലേലൂയായും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ സുഖമായിരുന്നു, നിങ്ങളുടെ സന്തോഷമായിരുന്നു. നിങ്ങൾ ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ടല്ല ജീവിച്ചത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടെ എല്ലാവർക്കും വേണ്ടി മരിച്ചത്. നമ്മളോട് കർത്താവ് പറയുകയാണ്, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ എന്ന് പറഞ്ഞാൽ ജോലിയും കൂലിയൊന്നും വേണ്ടെന്നല്ല. ഇവിടുത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യം ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. 2 കൊരിന്ത്യർ 5:15 ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടെ നിന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേക മാതാപിതാക്കളും മക്കളെ ഓർത്ത് കരയുന്നവരാണ്. ഞാൻ ഇന്ത്യക്കകത്തും പുറത്തും അനേക രാജ്യങ്ങളിൽ ഞാൻ ഷാലോമിൻ്റെ ശുശ്രൂഷകളുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ബെന്നി സാറുമായിട്ട് പോകുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഇത് പറയാറുണ്ട്. അപ്പോൾ ബെന്നി സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതാണ് നിങ്ങൾ മക്കളെ ഓർത്ത് കരയാൻ ഇടയായിത്തീരുന്നത്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിച്ച് മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തിയെടുക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാകും, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരാകും, മാതാപിതാക്കളെ കരയിക്കാതെ നോക്കുന്നവരാകും, മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നവരും സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമായി തീരും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഓർഡർ തെറ്റിക്കിടക്കുന്നതാണ് സകല പ്രശ്നത്തിൻ്റെയും കാരണം. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ദൈവം നമ്മളെ ഓർപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ ഈ കുറവ് ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കുക. 2, അവർ അവരെക്കുറിച്ച് പഠിച്ച 2-ാമത്തെ പാഠമെന്ന് പറയുന്നത്, അവർ വിശ്വാസത്താൽ അല്ല കാഴ്ചയാലാണ് ജീവിച്ചത്. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും കൈകൊണ്ട് തൊടുന്നതും നാവ് കൊണ്ട് സ്പർശിക്കുന്നതും മൂക്കുകൊണ്ട് മണപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ്. ഒരു ആത്മീയ മനുഷ്യൻ ഇതുപോലെ ജീവിക്കുകയാണെങ്കിൽ അവൻ 1 ഇഞ്ച് പോലും വളരാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ അടുത്ത് എൻ്റെ വികാരിയച്ഛനെ പറ്റി ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഞാനത് കേൾക്കാത്തതുപോലെ ഇരിക്കും, അതിന് ഞാൻ മറുപടി കൊടുക്കത്തില്ല, അതിനോട് ഞാൻ പ്രതികരിക്കത്തില്ല, ഞാൻ പൊട്ടനെപ്പോലിരിക്കും. അതായത് ഞാൻ നടക്കുന്നത് എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളാലല്ല, പകരം ദൈവത്തിലുള്ള വിശ്വാസത്താലാണ്. പ്രിയപ്പെട്ടവരെ, ആരുടെയെങ്കിലും കുറ്റം കേൾക്കുമ്പോൾ നമ്മൾ ചാടി വീണ് 2 കുറ്റം കൂടെ പറയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം ഡൗൺ ആയി പോവുകയാണ്. ഇതുപോലെ കണ്ണുകൊണ്ട് കാണേണ്ട കാര്യങ്ങളെല്ലാം ഉള്ളിലേക്ക് വിടാനുള്ളതല്ല. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം പറയുന്നു, വി വോക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല നടക്കുന്നത്. പൗലോസ്ലീഹ പറയുന്നു, ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് പഞ്ചേന്ദ്രിയങ്ങൾ നൽകുന്ന അറിവ് വച്ചല്ല, ദൈവം നൽകുന്ന അറിവ് വച്ചാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നയിക്കപ്പെടലനുസരിച്ചാണ്. അതായത് ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാം, സന്തോഷം വരുമ്പോൾ ഒരുപാട് പ്രൈസലോട് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. മകൾക്ക് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയാൽ, മകന് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ ഒരുപാട് പ്രൈസലോട് പറയുകയും ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിൽ സാക്ഷ്യം പറയുകയും സാക്ഷ്യം എഴുതിയിടുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു തകർച്ച ഉണ്ടാകുന്നതോടുകൂടി ഒരു ചെറിയ സാമ്പത്തിക നഷ്ടം, ഒരു 10,000 രൂപ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ ഒരു വള ഊരിപ്പോയി, ഒരു കമ്മൽ ഊരിപ്പോയി, അതോടുകൂടി മുഴുവൻ ആത്മീയതയും പോകുന്നവരെ കണ്ടിട്ടുണ്ട്. എന്താണ് ഇതിന് കാരണം? ഇവർ വിശ്വാസത്താലല്ല
കാഴ്ചയാലാണ് ജീവിക്കുന്നത്. ഇങ്ങനെ ജീവിക്കുന്നവർ എപ്പോഴും ആടിക്കൊണ്ടിരിക്കും, എപ്പോഴും പെൻഡുലം പോലെയാണ്, ഒരു ക്ലോക്കിൻ്റെ പെൻഡുലം പോലെയാണ്. അത് ഇടത്തോട്ടും വലത്തോട്ടും ആടിക്കൊണ്ടിരിക്കും. അവർക്കൊരിക്കലും ജീവിതത്തിൽ ദൈവത്തിൽ വളർന്ന് ശക്തരായ ആത്മീയ മനുഷ്യരായി മാറാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കർത്താവ് അവരിവിടെ പാഠം പഠിപ്പിച്ചു കൊടുത്തു. മാറായ്ക്ക് കയ്പ് വന്നപ്പോൾ അവർ പിറുപിറുക്കുന്നവരായതുകൊണ്ട് ദൈവം പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ജീവിക്കുന്നത് വിശ്വാസത്താലല്ല, കാഴ്ചയാലാണ്. 3, അവർ അവരെക്കുറിച്ച് പഠിച്ച പാഠം, അവർ സംതൃപ്തരായിരുന്നില്ല, അവർ പിറുപിറുക്കുന്നവരായിരുന്നു. പ്രിയപ്പെട്ടവരെ, നേരത്തെ ഒരുപാട് പാട്ടുപാടി സ്തുതിച്ചവരായിരുന്നെങ്കിലും അവരുടെ ഉള്ളിൽ ഒരിക്കലും ഒരു സംതൃപ്തി ഉണ്ടായിരുന്നില്ല, ഒരു നന്ദി നിറഞ്ഞ ഹൃദയം ഉണ്ടായിരുന്നില്ല. അവർ പാട്ടുപാടിയത് വെറുതെയാണ്. അപ്പോൾ ദൈവം അവർക്ക് ഈ സമയത്ത് അവരുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ കാണിച്ചു കൊടുക്കുകയാണ്. അവസാനമായിട്ട് അവർ ദൈവത്തെക്കുറിച്ചും ചില പാഠങ്ങൾ പഠിച്ചു. ദൈവത്തെക്കുറിച്ച് പഠിച്ച ഒന്നാമത്തെ പാഠം എന്താണെന്നറിയാമോ? ദൈവം തങ്ങളുടെ ആവശ്യങ്ങളെപ്പറ്റി കരുതലുള്ളവനാണ് എന്നവർ പഠിച്ചു. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വേദനയുടെ നിമിഷങ്ങളിൽ, എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയാം, എൻ്റെ കാര്യം പറയാം, ഞാനിരുന്ന് കരഞ്ഞിട്ടുള്ള സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തിയ വചനമാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. 1 പത്രോസ് 5:6, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ വചനം ഞാൻ ചുവപ്പ് മഷി കൊണ്ട് എൻ്റെ ബൈബിളിൽ അടിവരയിട്ടു. എന്നിട്ട് ഞാൻ കൈയെടുത്ത് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവ് എന്നെപ്പറ്റി ശ്രദ്ധാലുവാണെങ്കിൽ ഇനി ഞാനിവിടെ നിന്ന് കരയേണ്ട കാര്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 3 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വ്യക്തമായിട്ട് പറയാണ്, സങ്കീർത്തനം 40:17, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപാട് തകർന്നവരാണെങ്കിലും ഒന്നുമില്ലാത്തവരാണെങ്കിലും ദൈവം പറയാണ്, എനിക്ക് നിന്നെപ്പറ്റി കരുതലുണ്ട്. ഇസ്രായേൽ ജനത്തിന് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. വീണ്ടും അവർക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലായ രണ്ടാമത്തെ കാര്യം, ദൈവം പ്രവർത്തിക്കുവാൻ ശക്തനാണ്. മാറായിലെ കയ്പ് മാറ്റി ദൈവം ആ വെള്ളത്തെ മധുരമാക്കി മാറ്റിയ സമയത്ത് അവർക്ക് മനസ്സിലായി ദൈവം ശക്തനാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അന്ന് ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിരുന്നത് ഈ കയ്പ് നിറഞ്ഞ വെള്ളത്തെ ഒന്ന് മധുരമാക്കി കിട്ടുന്നതാണ്. ദൈവം അത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. ഈ വചനം പുതിയ നിയമത്തിൽ പറയുന്നത്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നത. പ്രിയപ്പെട്ടവരെ, അതിന് ശരിക്കും ഒരു വാക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. മഹത്വത്തിൻ്റെ സമ്പന്നതയാണ് ദൈവം. അതിൽ നിന്നും നിങ്ങൾക്കാവശ്യമുള്ളത് അവിടെ നിന്ന് തരുമെന്നുള്ള കാര്യം അന്ന് അവർക്ക് മനസ്സിലായി. 3-ാമത് അവർക്ക് ദൈവത്തെക്കുറിച്ചൊരു കാര്യം മനസ്സിലായി, തങ്ങളുടെ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഉത്തരം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ഇത് ഞാനും നിങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ പ്രശ്നം ഇന്നുണ്ടാകുന്നെങ്കിൽ ദൈവത്തിന് ഇത് കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാമായിരുന്നു. എൻ്റെ മകൻ തോമാച്ചന് ഈ പ്രശ്നമുണ്ടാകും, എൻ്റെ മകൾ മേരിക്കുട്ടിക്ക് ഈ പ്രശ്നമുണ്ടാകും. അതിൻ്റെ ഉത്തരം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. മാറായിൽ വെള്ളത്തിന് കയ്പായപ്പോൾ ദൈവം മോശയോട് പറഞ്ഞെന്താണെന്നറിയാമോ? മോശയെ, നീ പേടിക്കണ്ട, ആ കാണുന്ന മരത്തിൻ്റെ കമ്പ് മുറിച്ച് വെള്ളത്തിലിടുക. വെള്ളത്തിലിട്ടു, വെള്ളത്തിൻ്റെ കയ്പ് മാറി. ആ മരം ആരാ നട്ടെന്നറിയാമോ? ഏതോ കാലത്ത് ഏതോ ഒരു പക്ഷി അവിടെ കൂടെ പറന്നു പോയപ്പോൾ അതിൻ്റെ കാഷ്ടം താഴേക്ക് വീണപ്പോൾ ഒരു കുരു അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ആ കുരു പൊട്ടിമുളച്ച് ഒരു മരമായി തീർന്നു. ദൈവം ആ മരത്തെ സംരക്ഷിച്ചു. മാലാഖമാരോട് പറഞ്ഞു, കാവൽ നിൽക്കുക. മാലാഖമാർ ചോദിച്ചു, എന്തിനാ കർത്താവേ ഈ പക്ഷിയുടെ കാഷ്ടം വീണ ഈ മരം കിളിർത്തു വരുമ്പോൾ കാവൽ നിൽക്കുന്നത്? ദൈവം പറഞ്ഞു, 1000 വർഷങ്ങൾ അല്ലെങ്കിൽ 100 വർഷം കഴിയുമ്പോൾ എൻ്റെ മക്കളായ ഇസ്രായേൽ ജനം ഇവിടെ വരുമ്പോൾ വെള്ളത്തിന് കയ്പ് മൂലം അവർ വിഷമിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരമാണ് ഈ മരം. കാണുക, ആ മരത്തെ ദൈവം അവിടെ നട്ടു. മരുഭൂമിയിൽ മരങ്ങളില്ല പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിൽ ആകെ ഉള്ളത് മുൾച്ചെടികളാണ്. ഈ മരം എങ്ങനെ വന്നു? ദൈവം അതിനെ വളർത്തിക്കൊണ്ടുവന്നു. പ്രശ്നമുണ്ടാകുന്നതിന് മുൻപ് തന്നെ ഉത്തരം കണ്ടെത്തുന്നവനാണ് ദൈവം. ദൈവത്തിൻ്റെ കയ്യിൽ ഉത്തരമുണ്ട്. പ്രശ്നം വരുമ്പോൾ ഞെട്ടിപ്പോകുന്നത് നമ്മളാണ്, ദൈവമല്ല. ദൈവത്തിന് ഈ പ്രശ്നവും ഉത്തരവും നേരത്തെ അറിയാം. അതുകൊണ്ട് ദൈവം ശാന്തനാണ്. ദൈവത്തിൻ്റെ മക്കളും ശാന്തരായിരിക്കണം. ഈ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരണമെന്ന് പറയുന്നു. മോശ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ അവിടെ ഉത്തരം കണ്ടു. ഒരർത്ഥം കൂടെ പറഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. ഈ മരം യേശുവിൻ്റെ കുരിശാണ് കേട്ടോ. ഈ മരമെന്ന് പറയുന്നത് യേശുവിൻ്റെ കുരിശാണ്. ജീവിതത്തിൻ്റെ കയ്പിനെ മധുരമാക്കി മാറ്റുന്നത് യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ നമ്മൾ ഇന്ന് കെട്ടിപ്പിടിച്ച് കരയുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കയ്പുകളെല്ലാം സ്വർഗത്തിൻ്റെ മാധുര്യം കൊണ്ട് നിറയ്ക്കുന്നവൻ ക്രൂശിതനായ കർത്താവാണ്. ഈ പൗലോസ് ലീഹ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഞാൻ ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പൗലോസ് എന്താണ് ഞാൻ ഉത്ഥിതനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറയാതെ ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ക്രൂശിതനായ ക്രിസ്തു ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ പൗലോസ് തീരുമാനിക്കുകയാണ്, എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം പ്രസംഗിക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടം. അതുകൊണ്ട് ഐ പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. ഞാനാകട്ടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇസ്രായേൽ ജനത്തിന് മാറായിൽ കയ്പ് നിറഞ്ഞ വെള്ളത്തെ മധുരമാക്കി മാറ്റിയ അനുഭവം അവിടുന്ന് കൊടുത്തു. അവരെ ചില പാഠങ്ങളും അവിടുന്ന് പഠിപ്പിച്ചു. ഇതുപോലെ ഞാനിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഇരുണ്ട വേളകളിൽ, സഹനത്തിൻ്റെ വേളകളിൽ അങ്ങ് പഠിപ്പിക്കുന്ന പാഠങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുവാനും അങ്ങയെ കൂടുതൽ സ്നേഹിക്കുവാനും അങ്ങയുടെ കുരിശിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് ഒരു ആത്മീയ മനുഷ്യനായി തീരുവാനും എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കയ്പുകളെല്ലാം മാധുര്യം നിറഞ്ഞ അനുഭവങ്ങളായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് എന്നെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് നിമിഷവും അങ്ങോട്ട് ഒട്ടി നിൽക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.